ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വചനദീപ്തിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആരോഗ്യം നൽകുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുന്ന ഒരു ചിന്താവിഷയമാണ്. ആരോഗ്യം കെടുത്താനും നമ്മളെ നാവിന് സാധിക്കും, എന്നാൽ ആരോഗ്യം നൽകാനും നമ്മുടെ നാവിന് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയപ്പെടുന്നൊരു വചനമാണിത്. 16-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങൾ 16:24. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. തേനെന്ന് പറയുമ്പോൾ നമുക്കറിയാം, തേനെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രുചി നമ്മളെ നാവിലേക്ക് എത്തും. പ്രകൃതി കനിഞ്ഞു നൽകിയ ഏറ്റവും മനോഹരമായൊരു ഔഷധം, ഒത്തിരി ആരോഗ്യപ്രദമാണ് തേൻ എന്ന് കർത്താവ് പറയുകയാണ് വചനത്തിലൂടെ. എന്നാൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്ക് ഈ തേനിനോട് സാമ്യം ചൊലുത്തിക്കൊണ്ടാണ് സുഭാഷിതങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പം തേനറ പോലെ എന്ന് പറയുമ്പോൾ തേനിൻ്റെ ആ ഉള്ളിലെ ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളെ ഹൃദയത്തെ കൊണ്ടുപോവുക. ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്ന ഒരു വാക്കിന് ആ വ്യക്തിയുടെ ആത്മാവിന് അത് മധുരമായി മാറുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അത് ആരോഗ്യം പ്രദാനം ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എത്രയോ പേർക്ക് ആരോഗ്യം നൽകാൻ സാധിക്കും. സത്യത്തിൽ നമ്മളൊക്കെ പറയുന്ന പല വാക്കുകളും എത്രയോ പേരുടെ ആരോഗ്യം കെടുത്തുന്നതാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിത പങ്കാളികൾ പറയുന്ന പല വാക്കുകളും നമുക്കറിയാം. എപ്പോഴും വയ്യായികയാണ്, സുഖമില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ, രോഗം പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല. സ്ത്രീകളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രോഗിയുടെ എണ്ണം കൂടാൻ ഒരു പരിധിവരെ കാരണം കുടുംബത്തിലുണ്ടാകുന്ന നമ്മുടെ വാക്കുകൾ തന്നെയാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം കെടുത്തുന്നത് വാക്കുകളാണെങ്കിൽ ആരോഗ്യം നൽകാനും ഈ വാക്കിന് സാധിക്കുമെന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് വാക്കിനെ നമ്മൾ അളന്ന് തൂക്കി ഉപയോഗിക്കാൻ വേണ്ടി തിരുവചനം നമ്മോട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതം എന്നല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും, നമ്മൾ ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും ഈ ഒരു വചനത്തെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റും നിൽക്കുന്നവർക്ക് നമ്മൾ ആരോഗ്യം നൽകുന്നവരായി മാറും. ഒത്തിരിയേറെ ബന്ധങ്ങളെ നമുക്ക് കിട്ടും. ബന്ധങ്ങൾ നമുക്ക് വളരുന്നതിനനുസരിച്ച് നമുക്കും ആരോഗ്യം ഉണ്ടാകും. കാരണം സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ആരോഗ്യം നൽകും, സ്നേഹബന്ധങ്ങൾ നമുക്ക് ആരോഗ്യം നൽകും. അപ്പോൾ എപ്പോഴും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും. അതേ സമയത്ത് നമ്മളെ ആരും മാനിക്കുന്നില്ല, നമ്മളെ ആരും ഗൗനിക്കുന്നില്ല, നമ്മളെ ആരും വിളിക്കുന്നില്ല, നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ നാവാണ് പ്രശ്നം. അപ്പം നാവിനെ അളന്ന് തൂക്കി, നാവിൽ നിന്ന് വരുന്ന വാക്കിനെ അളന്ന് തൂക്കി ഉപയോഗിക്കണമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അവിടെ വാക്യതാണ്. പ്രഭാഷകൻ 28:25 പറയുകയാണ്, വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ വാതിലും പൂട്ടും നിർമ്മിക്കുന്നത് വീടിൻ്റെ ഏറ്റവും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. പക്ഷെ കർത്താവ് വാതിലും പൂട്ടും നിർമ്മിക്കാൻ പറയുന്നത് നമ്മുടെ വായ്ക്കാണ്, നമ്മുടെ നാവിനാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു വചനത്തെ നമ്മൾ ഹൃദയത്തിലേക്ക് അങ്ങ് സ്വാംശീകരിച്ചാൽ നമുക്ക് ഈ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. ഒത്തിരിയേറെ പേർക്ക് നമുക്ക് പ്രചോദനം നൽകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് ഹൃദ്യമായ വാക്ക്? ഇപ്പോൾ ഭാര്യ ഒരു കറി നല്ലതുണ്ടാക്കിയിരുന്നെങ്കിൽ ആ കറിയെ ഓർത്ത്, അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറയുമ്പോൾ അത് ശരിക്കും നമ്മൾ ആരോഗ്യം നൽകുന്ന വാക്കായി മാറും. അതേ സമയത്ത് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അവളെ ഈ കഷ്ടപ്പാടിനെ നമ്മൾ മനസ്സിലാക്കാതെ, അവൾ എത്ര ത്യാഗം ചെയ്തിട്ടും നമ്മളത് ഗവനിക്കാതെ നമ്മൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവളെ ആരോഗ്യം കെടുത്തുന്നവളാണ്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ അവളുടെ ആരോഗ്യം കെടുത്തുന്നു. സ്വാഭാവികമായിട്ടും അവളെ ശരീരത്തിൽ പോലും ആ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കടന്നു ചെല്ലുകയാണ്. അവളെ രക്തത്തെ പോലും അത് ദുഷിപ്പിക്കുന്നു. അവിടെ ഞാടീ ഞരമ്പുകൾക്ക് ക്ഷീണം വരുത്തുന്നു. അപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, ആശ്ലേഷിക്കുന്ന വാക്കുകൾ, തലോടുന്ന വാക്കുകൾക്കൊക്കെ കുടുംബത്തിലുള്ളവർക്ക് ജീവൻ നൽകാൻ സാധിക്കും. അപ്പം മക്കൾ പരീക്ഷ എഴുതി, അവരെ കഴിവിനനുസരിച്ച് അവർ പരീക്ഷ എഴുതി, പക്ഷെ കിട്ടിയ മാർക്ക് അല്പം കുറവാണെങ്കിലും
ആ കുറവിനെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊച്ചിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ കൊച്ചിനെ ജീവനായിട്ട് മാറും, ആ കൊച്ചിനെ മനസ്സിനെ ശക്തിയായിട്ട് മാറും. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് പുലർത്താൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യം നൽകുന്നവരാണ്. ആ വചനം തന്നെ നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കർത്താവിൻ്റെ തിരുവചനം സുഭാഷിതങ്ങൾ 16:24 നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അടുത്തൊരു വചനം നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായി 15:11 15:11 പറയുകയാണ്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പഴകിയ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ ഭക്ഷണം കഴിച്ചതുകൊണ്ടൊന്നും നമ്മൾ അശുദ്ധരാകുന്നില്ല. ഒരു പക്ഷേ നമുക്ക് ഛർദിയോ വയറിളക്കമൊക്കെ സംഭവിക്കാം, പക്ഷെ അത് അശുദ്ധിയല്ല. അതേ സമയത്ത് കർത്താവ് പറയുകയാണ്, വായിൽ നിന്ന് വരുന്നത് ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നു. അപ്പോൾ വായിൽ നിന്ന് വരുന്ന അശുദ്ധമായ വാക്ക് തന്നെ കേൾക്കുന്നവൻ്റെ ഉള്ളിലേക്ക് അശുദ്ധിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പറയുന്ന വാക്കിനെ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, അളന്ന് തൂക്കി ഉപയോഗിക്കണം. വായ്ക്ക് വാതിലും പൂട്ട് നിർമ്മിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ് അശുദ്ധി കിടക്കുന്നത്. ഒരിക്കലും അശുദ്ധി പുറമേ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുന്നില്ല. കർത്താവ് പറയുകയാണ്, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അടുത്ത ഒരു തിരുവചനം നമ്മൾ കേൾക്കുന്നു, ജെറമ്യ 15:19. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ നാവാകാൻ വേണ്ടിയാണ്. കർത്താവിന് പറയാനുള്ളത് നമ്മളിലൂടെ പറയാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. അതാണ് കർത്താവ് പറയുന്നത്. ജെറമ്യ 15:19, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അപ്പം ദൈവത്തിൻ്റെ നാവാകാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. അപ്പം നമ്മളിലൂടെ വരുന്ന വാക്ക് മറ്റുള്ളവർക്ക് ആരോഗ്യം നൽകുന്ന വാക്കാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കൗൺസിലിംഗ് വേളയിൽ ഒരു സഹോദരി പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. അവളുടെ മുഖത്ത് ഒരു വിഷാദഭാവം. 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ദൈവാത്മാവ് ചോദിക്കാൻ പ്രേരിപ്പിച്ച് എന്താണ് ഒരു ദുഃഖം. അപ്പോൾ ഈ സഹോദരി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് പറഞ്ഞത്. വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഭർത്താവിന് നല്ല ബിസിനസ്, നല്ല രീതിയിൽ തന്നെ ആ കുടുംബജീവിതം നന്നായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല. പെട്ടെന്നാണ് ഭർത്താവിൻ്റെ ബിസിനസ് തകരുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുന്നു, മൊത്തത്തിൽ കുടുംബജീവിതം ഞെരുക്കത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഭർത്താവിൻ്റെ നാവിൽ നിന്ന് വന്നൊരു വാക്ക്, ഭാര്യയോട് പറഞ്ഞ വാക്കിതാണ്, നിന്റെ കാല് എന്ന് ഇവിടെ കുത്തിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങി. ഈ വാക്ക് ഇവളുടെ ഹൃദയത്തിൽ അവിടെ ഉള്ള ഊർജം നഷ്ടപ്പെടുത്തി. വർഷങ്ങൾ എത്രയോ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടും ആ ഭർത്താവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ അവൾക്ക് പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആ ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭാര്യയായിട്ട് കൂടെ ജീവിക്കുന്നു, 2 മക്കളുടെ അമ്മ ഒക്കെ ആയെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വാക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇവളെങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൗൺസിലിംഗ് വേളയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവളിത് തുറന്നു പറയുന്നത്. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു, ഇത് തന്നെയാണ് എൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞത്. നീ ഇവിടെ വന്ന് കയറി അന്ന് മുതൽ എൻ്റെ മകൻ്റെ കഷ്ടകാലം തുടങ്ങി. ഈ 2 വാക്കുകൂടിയും അവളുടെ ഉള്ള ആരോഗ്യം കെടുത്തി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് മനസ്സിൽ സന്തോഷമില്ല, മുഖത്തൊരു സന്തോഷമില്ല, ഒരു ജീവനില്ലാത്ത അവസ്ഥയിലാണ് അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ടെൻഷൻ അങ്ങ് പറഞ്ഞു പോണതാണ്, നിവൃത്തികേട് കൊണ്ട് പറയുന്നതാണ്. പക്ഷെ കൂടെ ജീവിക്കുന്നവരെ കൂടി നമ്മൾ മാനിക്കണം. ആ പെൺകുട്ടി എന്ത് പഴച്ചു, ആ സഹോദരി എന്ത് പഴച്ചു, അവൾ എന്തോരം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ കുടുംബജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു സാമ്പത്തിക ഞെരുക്കം, ഒരു മുന്നും പിന്നും ചിന്തിക്കാത്ത ഒരു വാക്ക് അവളെ മനസ്സിൻ്റെ മുഴുവൻ ഊർജം കെടുത്തി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറയുന്ന വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മോട് പറയുകയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നൊരു തിരുവചനമാണ് 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. നാവ് തീയാണെന്നാണ് അവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്. നാവ് തീയാണ്. അടുത്ത വചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, വിശുദ്ധ യാക്കോബ് 3:7 മുതൽ കാണുകയാണ്, മനുഷ്യൻ്റെ ഒരു നിസ്സഹായതയാണ് നമ്മളിവിടെ കാണിക്കുന്നത്.
അതായത് മനുഷ്യൻ്റെ കഴിവിനെ പറ്റിയാണ് യാക്കോബ് ശ്ലീഹ ആദ്യം പറയുന്നത്. മനുഷ്യൻ എല്ലാ തരം മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കാണുക. ഒരു മനുഷ്യൻ്റെ കഴിവ് എന്തോരം കഴിവാണ്! ഈ ഭൂമിയിലെ ഏത് തരം ജീവജാലങ്ങളെയും, ആനയാകട്ടെ, സിംഹമാകട്ടെ, പുലിയാകട്ടെ, വരച്ച വരയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. സർക്കസ് ശാലകളിലാകട്ടെ, മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഈ സമുദ്രജീവികളാകട്ടെ, നമ്മൾ പറയുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ്. പക്ഷെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഇതൊക്കെ മനുഷ്യൻ ചെയ്താലും സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിവില്ല എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പരാജയം കിടക്കുന്നത് ഈ ചെറിയ അവയവമായ ഈ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത് അനിയന്ത്രിതമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് അനേകരെ മുറിപ്പെടുത്തും, അനേകരുടെ ആരോഗ്യം കെടുത്തും. അതുകൊണ്ടാണ് മറ്റൊരു തിരുവചനം നമ്മൾ നേരത്തെ ധ്യാനിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 28:17 പറയുകയാണ്, അസ്ഥികൾ തകരും. ശരിക്കും നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥി തകരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ സംഭവിക്കുമില്ല. പക്ഷേ അസ്ഥി തകരുന്നതിന് തുല്യമായ ഒരവസ്ഥ നമ്മുടെ ശരീരഘടനയിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ചിലരെങ്കിലും പറയാറുണ്ട്, നീ 10 വർഷം മുമ്പ് ആ പറഞ്ഞതുണ്ടല്ലോ, അതിവിടെ കിടപ്പുണ്ട്. നമ്മളെ കുടുംബജീവിതത്തിലൊക്കെ പല വാക്കേറ്റങ്ങളും തർക്കങ്ങളും സംഭവിക്കുമ്പോൾ പ്രായം ചെന്ന അമ്മയാകട്ടെ, അപ്പനാകട്ടെ, മരുമകളാകട്ടെ, അമ്മായിമ്മയാകട്ടെ, ഇവരൊക്കെ 20 വർഷം 30 വർഷം മുമ്പ് നടന്ന പല കാര്യങ്ങളും എടുത്തു പറയുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ്, നീ അന്ന് പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് അസ്ഥി തകരുന്നു എന്ന് കർത്താവ് പറയാൻ കാരണം. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അപ്പോൾ 20 വർഷം മുമ്പ് ആ പറഞ്ഞ വാക്ക് ഈ കേട്ട വ്യക്തിയുടെ ഉള്ളിൽ അതുപോലൊരു ഷോക്കുണ്ടാക്കി. അപ്പം അതുകൊണ്ടാണ് അത് എത്ര വർഷം കഴിഞ്ഞിട്ടും 30 വർഷം 40 വർഷം കഴിഞ്ഞിട്ട് ഇത് ഓർത്തിരിക്കാൻ കാരണം. എന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് മോചനത്തിന് ഏക മാർഗമേ ഉള്ളൂ. അതായത് കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതം സമർപ്പിക്കുക. അപ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതാണ് ദൈവകൃപ. പരിശുദ്ധ അമ്മയെ നോക്കി ദൂതൻ പറഞ്ഞ വാക്കതാണ്, ദൈവകൃപ നിറഞ്ഞവളേ സുസ്തി. കാരണം അമ്മയുടെ നാവ് എവിടെയും കൂടുതലായിട്ട് നമ്മൾ കാണുന്നില്ല, വളരെ സൈലൻ്റാണ്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് അമ്മ പറയുന്നുണ്ട്. അപ്പം നാവിൻ്റെ വിശുദ്ധീകരണമാണ് ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. പരിശുദ്ധ അമ്മ എലിശ പുണ്യവതിയുടെ അടുത്ത് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു അഭിവാദന സ്വരം കേട്ടപ്പോൾ ആ ഇളയമ്മയുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നു, ഇളയമ്മയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടും എന്ന് പറയുമ്പോൾ ആ നാവിൻ്റെ വിശുദ്ധിയുടെ വലിയൊരു പവർ നമ്മൾ കാണുകയാണ്. ഒരു അഭിവാദന സ്വരത്തിന് എന്തൊരു പവറാണ്! ആ ഇളയമ്മ ആത്മാവോട് നിറയുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരെ അഭിസംബോധന നടത്തുന്നു, എത്ര പേരോട് ഹലോ എന്ന് പറയുന്നു, എത്ര പേരോട് നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുന്നു, ഒരു അഭിസംബോധനയാണ്. പക്ഷെ അവിടെയൊന്നും ആർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ പറയുന്ന വാക്ക് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതോ അശുദ്ധമോ ആയ വാക്കാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാവിലൂടെ വരുന്ന പല വാക്കുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ കൃപയിലായിരിക്കുക എന്നുള്ളതാണ്. അവിടെ മാത്രമേ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റൂ. യാക്കോബ് ശ്ലീഹ നേരത്തെ പറഞ്ഞു, വന്യമൃഗങ്ങളെ, പക്ഷികളെ, കടലിലെ ഭീകരജീവികളെ എല്ലാത്തിനെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. പക്ഷെ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ദൈവകൃപയോട് ചേരാത്തത് കൊണ്ടാണ്. ആ കൃപയോട് ചേരുന്ന വ്യക്തിക്ക് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വചനം നമ്മളെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരിക. മറ്റ് ഒരു വചനം കൂടി നമ്മൾ ഓർക്കുകയാണ് ഈ നിമിഷം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:11 നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. എന്നെ വല്ലാതെ സ്പർശിച്ചൊരു വചനമാണിത്. നമ്മളൊക്കെ തമാശയ്ക്ക് നുണ പറയുന്നവരാണ്. തമാശയ്ക്ക് നുണ പറഞ്ഞാലും കാര്യത്തിന് നുണ പറഞ്ഞാലും അത് നമുക്ക് വലിയൊരു നഷ്ടം തരുന്നുണ്ട്. ആ നഷ്ടം എൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. ധ്യാനം കൂടി 5 ദിവസം കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ പോകുന്നു.
ജീവിതത്തിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നുണ പറയുന്ന ഒരു സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ കിട്ടിയ ആത്മാവ് അനുദിനം ചോർന്നുകൊണ്ടേയിരിക്കും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇവിടെ പറയുക. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. അപ്പം നാവ് കൊണ്ട് കർത്താവ് പറയുകയാണ് നുണ പറയുന്ന ശീലം നന്നല്ല. അസഭ്യ ഭാഷണം അത് ഒരുവിധം കുടുംബങ്ങളിലൊക്കെ ഉള്ളതാണ്. മക്കളോട് അരിശം വന്നാൽ, ദേഷ്യം വന്നാൽ പിന്നെ പറയുന്ന വാക്ക് മുഴുവൻ അസഭ്യമാണ്. അത് പാപകരമാണെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരും, കുടുംബത്തിൽ ആരോഗ്യമുണ്ടാകും, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. കാരണം എന്താണ്? ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ആരോഗ്യം നൽകുന്നവരായി നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. വൈകുന്നേരം വരെ ജോലി ചെയ്ത് കൂലിപ്പണി ചെയ്ത് വീട്ടിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ മുതലങ്ങ് തുടങ്ങുകയാണ് ജീവിത പങ്കാളിയുടെ വക. പിരിക്കപ്പുറതി ഇല്ലാതെ കാലങ്ങൾ ഇവൻ കഴിച്ചു കൂട്ടി. പിന്നെ ഇവനെടുത്തൊരു തന്ത്രമാണ് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുക. പക്ഷേ അവിടെയും അവന് പരാജയമാണ്. സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീണ്ടും സംസാരിക്കാൻ വേണ്ടി, കുറ്റപ്പെടുത്താൻ വേണ്ടി ഭാര്യ നോക്കിയിരിക്കുന്ന ചിത്രമാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് ആ അവസ്ഥയും പരാജയപ്പെട്ടു. ഇപ്പോൾ കുടുംബജീവിതത്തിൽ കുറ്റപ്പെടുത്തി പറയുന്നൊരു പ്രവണത എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ്. അതായത് എന്ത് ചെയ്താലും, ജീവിത പങ്കാളി ഇനി എന്ത് ചെയ്താലും അവിടെ എല്ലാം കുറ്റം പറഞ്ഞ് ആ മനുഷ്യൻ്റെ മുഴുവൻ എനർജിയും ചോർത്തിക്കളയും. അതുകൊണ്ട് ആരോഗ്യം നൽകുന്നവരായി നമ്മൾ മാറണമെങ്കിൽ ഹൃദ്യമായ വാക്ക് ആവശ്യമാണ്. തിരുവചനത്തിൽ നമ്മൾ നേരത്തെ ധ്യാനിച്ചതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന വാക്ക് അത് നല്ലത് പറയുക. കുറ്റപ്പെടുത്തി പറയേണ്ട വാക്ക് അത് തന്മയത്വത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഭർത്താവ് എല്ലാം തികഞ്ഞ വ്യക്തിയാണെന്നില്ല, ഭർത്താവിൻ്റെ കയ്യിലും പോരായ്മകൾ ഉണ്ടാകാം. പക്ഷെ അത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുമ്പോൾ അതിനൊരു ജീവനുണ്ട്. അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ വൈകി വരുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടും. പലർക്കും വൈകുന്നേരത്ത് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം കൂട്ടുകാരോടൊത്ത് ചുറ്റിത്തിരിഞ്ഞ് നടന്ന് ഒരു 11 മണി 12 മണി സമയത്ത് വീട്ടിലേക്ക് വരുന്ന പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റും. യുവാക്കളെ നമുക്ക് കാണാൻ പറ്റും. കാരണം യുവാക്കൾ സ്ഥിതി ഇത് തന്നെയാണ്. മാതാപിതാക്കൾ പഠിപ്പിച്ച് പഠിക്കുന്നുള്ള വാക്ക് കേട്ട് മടുത്തവരാണ് ഒരുവിധ യുവാക്കൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ പരമാവധി അവർ മറ്റു കൂട്ടുകാരോട് കൂടെ ഉല്ലസിക്കാൻ തുടങ്ങും. അപ്പോൾ വാക്കിനെ നമ്മളെ കുടുംബത്തിൽ അളന്ന് തൂക്കി ഉപയോഗിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അടുക്കും ചെട്ടിയും വരും. അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിക്കുകയാണ്. കാരണം എവിടെ നോക്കിയാലും ആരോഗ്യമില്ലാത്തവരുടെ എണ്ണം കൂടുക. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാക്ക് എനിക്ക് വയ്യ. സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാൽമുട്ട് വേദന, നടുവേദന, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കാൻ ഒരു പരിധി വരെ കാരണം നമ്മൾക്കൊരു നല്ല വാക്ക് കൊടുക്കുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട് ശരീരത്തിന്. ഇപ്പം നമ്മൾ ഒരു വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് ഒരു ടൂറ് പോകാമെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവൾ ആരോഗ്യം തിരിച്ചു കിട്ടും. കാരണം എന്താണ്? അവളുടെ മനസ്സിൽ വേറെ ലോകമാണ്, ഒരു മൂഡ് മാറ്റമാണ്. അപ്പോൾ പ്രത്യാശ നൽകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുവരെ നഷ്ടപ്പെട്ട ആരോഗ്യം ഇതാ പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ആ വചനം പറയുന്നത്. 16:24 ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണെന്ന്. ആരോഗ്യം നൽകുന്നു, അത് ആത്മാവിന് മധുരം നൽകുന്നു. ഈ മധുരം നൽകുന്ന വാക്കുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഇനിയെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചാൽ അവിടെ വൈകി വരുന്ന ഭർത്താവ് നേരത്തെ വരുന്ന ഭർത്താവായി മാറും. കാരണം ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നത് നല്ല വാക്കുകളാണ്, നല്ല ഇടപെടലുകളാണ്. അമ്മയിൽ നിന്ന് കിട്ടുന്നത് നല്ല വാക്കുകളാണ്, അപ്പനിൽ നിന്ന് കിട്ടുന്നത് പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണ്. ആ സമയത്ത് കുടുംബജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നല്ല വാക്കിലേക്ക് തിരിച്ചു വരാം. നാവ് തീയാണെന്ന് യാക്കോബ് ശ്ലീഹ പറയാൻ കാരണം എന്താണ്? തീ നമുക്കറിയാം, എവിടെ തീ കത്തിച്ചാലും അത് ആളിപ്പടരും. ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളിക്ക് സാധിക്കും.
ഒരു ചെറിയ തീ കനലിന് സാധിക്കും എന്ന പോലെയാണ് നമ്മുടെ നാവ് കൊണ്ട് ഒരു വ്യക്തിയെ തകർത്താൻ പറ്റും. ഇന്ന് പ്രശസ്തരും പ്രഗത്ഭരുമായ എത്രയോ വ്യക്തികളുടെ ജീവിതത്തെ തകർക്കുന്നത് നാവ് കൊണ്ടാണ്. കാരണം നമ്മൾ പറയുന്ന പല വാക്കുകളും എല്ലാ വചനങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തെ എല്ലാ ഊർജ്ജവും നഷ്ടപ്പെടുത്തുന്നു. ആ വ്യക്തിയുടെ കഴിവിനെ ചോർത്തിക്കളയുന്നു. ചിലപ്പോൾ ഒന്നും ഉണ്ടാകണമെന്നില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചിട്ടുണ്ടാകണമെന്നില്ല. എത്രയോ വൈദികരുടെ ജീവിതത്തിൽ, എത്രയോ സന്യസ്തരുടെ ജീവിതത്തിൽ എല്ലാ വചനങ്ങളും നാവുകൊണ്ട് പറഞ്ഞ് അവസാനം വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഈ പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നല്ലോ. അപ്പോഴേക്കും ഒരു വനം മുഴുവൻ കത്തി നശിച്ച് ചാമ്പലായതുപോലെയായിട്ടുണ്ടാവും ആ വ്യക്തിയുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഈ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന പല വാക്കുകളും എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് തിരിച്ചറിയാതെ ഞാൻ വീണ്ടും എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒത്തിരി വേദന നൽകിയിട്ടുണ്ട്. അനേകരുടെ ആരോഗ്യത്തെ ഞാൻ കെടുത്തിയിട്ടുണ്ട്. കർത്താവേ, ഇനിയെങ്കിലും സ്വബോധത്തോടെ സംസാരിക്കാൻ, എൻ്റെ നാവിനെ നിയന്ത്രിച്ച് സംസാരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ തിരുവചനം അരുളി ചെയ്തതുപോലെ മധുരമായ വാക്ക്, അത് ആത്മാവിന് മധുരം നൽകുന്ന വാക്ക്, ശരീരത്തിന് ആരോഗ്യം നൽകുന്ന വാക്ക്. അങ്ങയുടെ തിരുവചനം അരുളി ചെയ്തതുപോലെ മധുരമായ വാക്ക്, ആത്മാവിന് മധുരം നൽകുന്ന വാക്ക്, ശരീരത്തിന് ആരോഗ്യം നൽകുന്ന വാക്ക് ഇനിയെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ കർത്താവേ, അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ഹൃദയപൂർവ്വം നമുക്ക് അനുദപിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.